അപ്പം നമ്മളെ ഈ ശരീരത്തിന് ഒരു ജീവനുണ്ട്. നമ്മൾ മരിക്കുന്ന നിമിഷം മുതൽ ഈ ഒരു ജീവൻ പോയിട്ട് പിന്നെ കോശങ്ങളുടെ ജീവനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. വീട് മരണച്ചുറ്റിലാണ് കേട്ടോ. ശരിക്കും മരണച്ചുറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വീട്ടിന്റെ പ്രായം പറയണയാ. കൗമാരം, ബാല്യം, മരണം എന്ന് പറയുന്നത്. ഒരു മരണച്ചുറ്റുള്ള വീട് വന്നാലും ഒരാൾ മരിക്കില്ല. ഏറ്റവും മോശം ജാതകം ഭഗവാൻ ശ്രീകൃഷ്ണന്റെയാണ്. ഗുരുത്വത്തിലേക്ക് വരുന്ന തലം തികച്ചും വ്യത്യസ്തമാണ്. അതിൽ അനുഭവിക്കാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളവർ. പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. സത്യത്തിൽ അത്തരത്തിലുള്ളൊരു ചർച്ച കാര്യങ്ങളോട് നടന്നതായിട്ട് എനിക്ക് തോന്നണില്ല. എൻലൈറ്റൻമെന്റ് ഈസ് ആൻ എൻഡ്ലെസ് പ്രോസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിഷാന്ത് ജി ഇങ്ങനൊരു സൊല്യൂഷനാണ് കൊടുക്കുകയാണെങ്കിൽ വളരെ അഫോർഡബിൾ ആണ്, സാധാരണപ്പെട്ട ആൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ വേറൊരു തലം എന്ന് പറയുന്നത് 2 ലക്ഷം 3 ലക്ഷം രൂപയുടെ ചാർത്താണ് ഈ ഒരു വരുത്ത് പോക്ക് മാറ്റുന്നതിന് വേണ്ടി. അതൊരു പറഞ്ഞ് പേടിപ്പിച്ച് ബിസിനസ് ആക്കുക എന്നുള്ളത് പണ്ടത്തെ ഒരു സിസ്റ്റമാ. അത് ദോഷമാണ്. കന്നിമൂലയിൽ കിണർ ആകെ പ്രശ്നം കേട്ടോ. അതോടുകൂടി ലോക്കായി. വീട് മരണച്ചുറ്റിലാണ് കേട്ടോ. ശരിക്കും മരണച്ചുറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു വീട്ടിന്റെ പ്രായം പറയണയാ. കൗമാരം, ബാല്യം, മരണം എന്ന് പറയുന്നത്. ഒരു മരണച്ചുറ്റുള്ള വീട് വന്നാലും ഒരാൾ മരിക്കില്ല. അത് ശാസ്ത്രത്തിൽ ആ വീട്ടിന്റെ പ്രായം പറയണത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് പറഞ്ഞ് ഭയപ്പെടുത്താനുള്ള ഒരു ടൂളാക്കി മാറ്റിയിട്ടാണ് പണ്ട് ഈ ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച്. അവിടെയാണ് നമുക്ക് സങ്കടങ്ങൾ വന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ കേട്ടറിവാണ്, ഒരു പുതിയ ഭവനം നിർമ്മിച്ചാൽ അല്ലെങ്കിൽ ഒരു പുതിയ വീട് വാങ്ങിച്ചാൽ അത് വാങ്ങുന്ന ഉടമയ്ക്ക് 12 വർഷം വരെ അവിടെ താമസിക്കുന്നതിന് യാതൊരു വിധമായ ദോഷവും ബാധിക്കില്ലെന്നും 12 വർഷം കഴിഞ്ഞാൽ ഈ ദോഷം ബാധിക്കുമെന്നും കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു തിരുത്തുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ്. പഞ്ചഭൂതം പ്ലസ് എനർജിയാണ് മനുഷ്യൻ. പഞ്ചഭൂതം പ്ലസ് എനർജിയാണ് മനുഷ്യൻ. ഓക്കെ. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ ഇപ്പം നിങ്ങൾ ബോധത്തോട് ഇരിക്കുമ്പോൾ നിങ്ങളെ പഞ്ചഭൂതങ്ങളും എനർജിയും ലൈവാ. അതുകൊണ്ടാണ് നമുക്ക് അത്രയും എനർജറ്റിക് ആയിട്ട് എല്ലാവരും പങ്കെടുക്കുന്നത്. എനിക്ക് വളരെ സന്തോഷമായി. നേരെ മറിച്ച് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലോ ഞാനും ഇല്ല, നിങ്ങളും ഇല്ല, സ്വാമിജി ഇല്ല, ആരും ഇല്ല. കാരണം നമ്മൾ ആ സോക്കോൾ ലൈഫ് ഫോഴ്സ് എനർജി എന്ന് പറയുന്നത് ഒരു സെലസ്റ്റൽ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞ ഒരു വിഷയമുണ്ട്. അങ്ങോട്ട് കടക്കണില്ല. അപ്പൊ അത് കഴിഞ്ഞ് വെറും പഞ്ചഭൂതങ്ങൾ മാത്രമാവും നമ്മളുടെ ശരീരം. ആ സമയത്ത് നമ്മളെ ചുറ്റുഭാഗത്തുള്ള എലമെന്റ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് വരും. ഇത് ഒരു 6 മാസം തന്നെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അതും നിങ്ങളുമായിട്ട് സിങ്ക്രണൈസ്ഡ് ആവും. 12 വർഷം എന്ന് പറയുന്നത് ഇത് പറയണത് ഒരു സിസ്റ്റം. ഇപ്പോൾ 12 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പലങ്ങൾ എന്താ ഇവൻ പ്രതിഷ്ഠ തന്നെ രണ്ടാമതും വെക്കണം. ഇതൊരു കാലയളവ് പറയണാണ്. വാസ്തു എഫക്റ്റ് ചെയ്യാൻ അത്രയൊന്നും വേണ്ട. നാളെ ലോഡ്ജിൽ മുറി എടുത്താൽ വാസ്തു ഒന്നും എഫക്റ്റ് ചെയ്യില്ല. കാരണം അടുത്ത ദിവസം എണീച്ചു പോയി. പക്ഷേ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം തുടർച്ചയായിട്ട് ഒരേ സ്ഥലത്ത് നമ്മൾ കിടക്കുമ്പോൾ എന്താവും? എല്ലാ ദിവസവും അതേ സ്ഥലത്തുള്ള ഊർജമായിട്ട് സ്വാഭാവികമായി മനസ്സിനുണ്ടാകുന്ന ഒരു മടുപ്പ്, അത് നെഗറ്റീവായി തോന്നും. അത് മടുപ്പ് ഉണ്ടാകാണ്ട് അത് എനർജിയായി മാറുകയാണെങ്കിലോ അവിടെയാണ് വാസ്തു നോക്കേണ്ട കാര്യം. ഈ മടുപ്പ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഈ 5 എലമെന്റ്സ് മിസ്ലീഡ് ചെയ്തിട്ട് പല സ്ഥലത്തും വെക്കണേ. പണ്ട് അച്ഛനോട് ആരോ ഇങ്ങനെ പറഞ്ഞു, ഉണ്ടായിരുന്ന വീട് വിറ്റിട്ട് പുള്ളി വേറെ മേടിച്ചു. ഇന്ന് ആ വീടുണ്ടായിരുന്ന ഈ കോടികൾ കിട്ടിപ്പോയായിരുന്നു. ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടി ഒന്ന് പറയാനുണ്ട്. അപ്പൊ അത് ഒന്നുകൂടി ബോധ്യമാവും. നമ്മൾ പഞ്ചഭൂതം വരെ അറിഞ്ഞിട്ടുള്ളൂ. പഞ്ചഭൂതത്തിന് വീണ്ടും പഞ്ചഭൂതമുണ്ട്, അതിന് വീണ്ടും പഞ്ചഭൂതമുണ്ട്. അപ്പൊ നമ്മളെ ഈ ശരീരത്തിന് ഒരു ജീവനുണ്ട്. നമ്മൾ മരിക്കുന്ന നിമിഷം മുതൽ ഈ ഒരു ജീവൻ പോയിട്ട് പിന്നെ കോശങ്ങളുടെ ജീവനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അത് കഴിയുമ്പോൾ അതിൻ്റെ മൈക്രോ ലെവലിലേക്ക് പോകും. ഇതിങ്ങനെ കീഴോട്ട് 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 പോകും. ഈ 12 വർഷം എന്ന് പറയുന്ന അതിൻ്റെ റൂട്ട് ലെവലിലേക്ക് പോയി. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ആരും അറിയേണ്ട കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്താണോ വരേണ്ടത് അതിനുള്ള ഉത്തരം പറഞ്ഞു വിടും. ഇത് മുഴുവൻ പഠിച്ചിട്ട് ഒരാൾക്ക് വീട് പണിയാൻ പറ്റുമോ? പറ്റില്ല. ബാക്കി എന്ന് പറഞ്ഞതൊക്കെ നമ്മളിവിടെ നോക്കേണ്ടത് നമ്മൾക്ക് സമൃദ്ധി ഉണ്ടാകുക എന്നാ. സമൃദ്ധി ഉണ്ടായാലാണ് ഈ സാംസ്കാരികമായിട്ടും മാനസികമായിട്ടും ഇപ്പൊ ആധ്യാത്മികമായിട്ടും അതൊരു സമൃദ്ധിയാ. ഈ സമൃദ്ധി ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയൊരു ഇത് പറയുകയാണെങ്കിൽ ഇടയ്ക്ക് മാറ്റി പറയല്ല, ലോകത്തിലെ ഏറ്റവും മോശം ജാതകം ആരതാണെന്ന് അറിയാം? ജാതകം എഴുതുക ഗണകന്റെ അല്ല, ഏറ്റവും മോശം ജാതകം ഭഗവാൻ ശ്രീകൃഷ്ണന്റെയാ. ജനിച്ചത് ജയിലില്ല, സ്വന്തം അമ്മേന്റെ മുലപ്പാൽ ഒഴിക്കാൻ യോഗമില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിന് മുന്നേ കൊല്ലാൻ ആളിവിടെ റെഡിയാ. ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടാൻ പറ്റണില്ല. എന്ത് വന്ന് 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 സ്വന്തം കുടുംബം തന്നെ തമ്മിൽ തല്ലി മരിക്കുന്ന കാണുക. ഇത് കഴിഞ്ഞ് ലാസ്റ്റ് വില്ലാളി വീരനായിട്ടും ഭഗവാനായിട്ട് പോലും അമ്പ് കൊണ്ടിട്ടാ മരിക്കണത്. ഇത്രയും അതും
കന്നിമൂല. അതാണ്. അതെ, ഇതെന്താ പറയണെന്ന് വെച്ചാല്, പക്ഷെ കൃഷ്ണൻ എങ്ങനെയാ? വിത്ത് എ ബ്യൂട്ടിഫുൾ സ്മൈൽ പ്ലേയിങ് വിത്ത് എവറിത്തിങ്, അല്ലേ? പുഞ്ചിരിയോടുകൂടെ എല്ലായിടത്ത് കളിക്കുന്നു. അതാണ് ജീവിതത്തിന്റെ ഉയർച്ച. അല്ല, ഇവിടെ ജാതിയും അതൊന്നുമല്ല. ആർ യു എൻജോയിങ്? നമ്മളെല്ലാത്തുനിന്നും ഇതൊക്കെ ഉണ്ടാവും. ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കും, ഒരു ഭാഗത്ത് അതിൻ്റെ പേരും ഇത് വരും. ഇതൊക്കെ ഓരോന്നും പറഞ്ഞ് നമ്മളെ മുഖ്യമന്ത്രി വരെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെ വിളിച്ചു എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അല്ല, സോറി കേട്ടോ, ഞാൻ പറയണത് വിചാരിക്കരുത്. അപ്പൊ ഇത് പറയണത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യമായി കണ്ടാൽ അത് ഭാഗ്യമായിട്ട് കാണുക. ആണ്. അതൊരു ഭാഗ്യമായിട്ട് കാണുക, അത് നല്ലതായിട്ട് കാണുക, എന്നിട്ട് അതിനെ എൻജോയ് ചെയ്യുക. അല്ലാണ്ട് കറുത്തത് വെളുത്തത് വർഗം പറഞ്ഞ് അതൊക്കെ വിടുക. ആർ യു എൻജോയിങ്? അപ്പൊ ഈ വാസ്തു എന്നുള്ള ശാസ്ത്രവും ഈ ശാസ്ത്രങ്ങളൊക്കെ തന്നെ നമ്മളെ ജീവിതത്തിന് ഒന്നും കൂടി മനോഹരമാക്കി മാറ്റാനുള്ള, അതാണ് അതിൻ്റെ ആസ്പെക്റ്റ്. എന്നിട്ട് നമ്മൾ ഉയർന്ന തലങ്ങളിലേക്ക് ഉയരണം. കാരണം നമ്മൾ ഈ റാപ്പിംഗ് പേപ്പർ മാത്രം വെച്ചിരിക്കുക. നല്ലൊരു പ്രസൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ മേലുള്ള പൊതി മാത്രമായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അപ്പോൾ തസ്മൈ ഗുരുജീനെ പോലുള്ളതും ഭാവേനെ പോലുള്ളവരും ഓരോ ആളുകളും ആ ഒരു റാപ്പിംഗ് പേപ്പർ ഒന്ന് മാറ്റി കൂടുതലായിട്ടുള്ള ഉയർന്ന തലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തുകയാണ്. അപ്പോൾ ഈ ശാസ്ത്രം, ഈ വാസ്തുശാസ്ത്രം, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, അത് നിങ്ങളെ സ്വാധീനിക്കും. കാരണം അതൊരു ഫിസിക്കൽ എഫക്റ്റാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ വിജയിക്കും. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എൻ്റെ പേര് മടത്തലൻ രാജീവ് എന്നാണ്. എൻ്റെ വീട് മാളയിലാണ്. അബാക് മീഡിയയിൽ ഞാൻ ഗുരുജിയുടെ ഒരു പ്രോഗ്രാം കണ്ടിട്ടാണ് ആദ്യമായിട്ട് റോബിൻ ചേട്ടനെ ഞാൻ വിളിക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് പേഴ്സണലായിട്ടൊരു സങ്കടം തോന്നിയോണ്ടാണ് അദ്ദേഹത്തിന് കണ്ടത്. നമ്മുടെ ഡാം പൊട്ടും എന്ന് പറഞ്ഞൊരു കാര്യത്തിന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഒരിക്കലും അദ്ദേഹം അത് പുറത്ത് പറയരുത്. കാരണം അദ്ദേഹത്തിന് വിശ്വസിക്കുന്നവരും അല്ലെങ്കിൽ അതുമായി കണക്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ ഭയപ്പെടും എന്നൊരു കാഴ്ചയുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ കാണാൻ ചെല്ലണത്. പിന്നെ ഇന്ന് ഞാനിവിടെ വരാൻ കാരണം എനിക്കൊരു ക്ഷേത്രമുണ്ട്. ഏകദേശം 29 വർഷമായിട്ട് ഞാനത് കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അത് ബാബാജിക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. എൻ്റെ ക്ഷേത്രത്തിൽ വന്ന ഒരാളാണ് ബാബാജി. അപ്പം ഞാനിന്നിവിടെ വരാൻ കാരണം ആത്മീയത, അതിനെക്കുറിച്ച് ഇപ്പം എന്നെ പോലുള്ളവർക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. സത്യത്തിൽ അത്തരത്തിലുള്ളൊരു ചർച്ച കാര്യങ്ങളിവിടെ നടന്നതായിട്ട് എനിക്ക് തോന്നണില്ല. കാരണം നിങ്ങൾ നിങ്ങളുടേതായ ചില കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്നെ പോലുള്ള സാധാരണക്കാർ വിചാരിച്ചത് നമ്മൾ ആരാധിക്കുന്ന ദൈവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കുന്നവരെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയും, എങ്ങനെയാണ് അവരിലേക്ക് എത്തിപ്പെടാൻ പറ്റുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ വന്നത്. എൻ്റെ ആഗ്രഹം അതായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ടും പലതരത്തിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നത് എനിക്ക് മനസ്സിലായി. കാരണം ഇതേപോലെ തന്നെ ഒരുപാട് പേര് എന്നെ കാണാനും അവിടെ ടോക്ക് എടുത്തേക്കേണ്ട അവസ്ഥയുണ്ട് ഇപ്പോൾ. എന്നിട്ടും ഞാൻ ആ തിരക്കിൽ നിന്ന് ഇവിടെ വരാൻ കാരണം എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കിട്ടും എന്നുള്ളൊരു 100% ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ഗുരുജി ചെയ്യുന്ന ആ മേഖല, അതിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെയാണ് ഒരു വ്യക്തി അതിലേക്ക് എത്തിപ്പെടുന്നത്? അത് ഭക്ഷണം കഴിച്ചുകൊണ്ട് മാത്രം ഒഴിവാക്കിയോണ്ട് മാത്രമാണോ? അതല്ലാതെ എങ്ങനെയാണ് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യേണ്ടത്, എവിടെയാണ് വരുന്നത്, അത് ഇന്ന കാര്യങ്ങൾ ചെയ്ത് അതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, അത്ര ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ബാബാജി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ അദ്ദേഹമാണ്. അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളും എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ ആൾ അതിലേക്ക് എത്തിപ്പെടാനും അത് വിശ്വസിച്ച് ഒരു ഗുരുതുല്യനെ പോലെ കാണാനും അതിലേക്ക് എത്തിപ്പെടേണ്ട കാര്യങ്ങൾ, ഇവർ 2 കാര്യങ്ങളും നിങ്ങളൊന്ന് വിവരിക്കുകയാണെങ്കിൽ ഒരുപാട് ഉപകാരമായിരിക്കും എനിക്ക്. അതിനകത്ത് ഈ വന്നിരിക്കുന്നവരിൽ, ഈ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും ഒബാക് മീഡിയയുടെ പ്രേക്ഷകരാണ്. ഇവരിൽ ഇരിക്കുന്ന 4 പേരുടെയും കർമ്മപദങ്ങൾ, അതെങ്ങനെയൊക്കെ എത്താം, അവിടേക്ക് എങ്ങനെ എത്താം, ഒബാക് മീഡിയ കണ്ട് ഇവരിൽ നിന്നൊക്കെ ശിഷ്യത്വം സ്വീകരിച്ചവരുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് ഓൾറെഡി കേട്ട കാര്യങ്ങളായതുകൊണ്ടാണ് ഈ ചർച്ചയെ മറ്റൊരു വിധത്തിലേക്കുള്ള കാണാനും സംസാരിക്കാനുമുള്ള ഒരു മേഖലയിലേക്ക് കൊണ്ടുപോയത്. ഉച്ചയ്ക്ക് ശേഷം അങ്ങയുടെ പരാതി പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സീമാജിയോടാണ് ഒരു പ്രേക്ഷകരുടെ ചോദ്യമാണ്. കാര്യകാരണ സിദ്ധാന്തവും കർമ്മ സിദ്ധാന്തവും അറിയാതെ സ്വയം ശപിച്ചും വേദനിച്ചും ജീവിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി കലർത്തി പറഞ്ഞോട്ടെ. പക്ഷേ
ആ നേരത്തെ അത് പിന്നെ പറയാൻ പറ്റിയില്ല. അപ്പൊ രണ്ടും കൂടി കലർത്തി അങ്ങോട്ട് പറയാം. ഉറപ്പായിട്ട് പറയും. അല്ല ഒന്നും കൂടി പറഞ്ഞോളൂ. അത് ദീക്ഷയുടെ കാര്യം. ഏത് ചോദ്യമായിരുന്നു? ദീക്ഷയുടെ ആ ഓൺലൈനിൽ ഈ ചോദ്യത്തിലേക്ക് പോകുന്നതായിരിക്കുന്നല്ലോ. ദീക്ഷയുടെ ഓൾമോസ്റ്റ് അല്ല കൺക്ലൂഷൻ ഓക്കെ, ഉണ്ടായി. അത് എന്റെ ഒരു പാർട്ട് ഉള്ളത് കൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. ഓക്കെ, ഓക്കെ. അപ്പൊ ഗായത്രി മന്ത്രം അതായത് പവർഫുൾ അല്ലേ എന്ന് ചോദിച്ചു ഇല്ലേ? 7 ഡേയ്സും 21 ഡേയ്സും കൊണ്ട് കൊടുക്കുന്ന ദീക്ഷയ്ക്കുള്ള ഫലം, അതായത് ദീക്ഷ കൊടുക്കുന്ന ഒരു ഗുരു കൊടുക്കുന്ന മന്ത്രം എന്ന് പറയുന്ന ഗായത്രി മന്ത്രമോ അല്ലെങ്കിൽ ബീജാക്ഷരി മന്ത്രമോ ഏതാണെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ആ മന്ത്രം ഉരുവിടുമ്പോൾ കിട്ടുന്ന ഒരു പവർ വളരെ വലുതാണ്. പക്ഷെ ഈ 21 ദിവസം കൊണ്ട് എന്ത് ദീക്ഷയാണ് കിട്ടുന്നത്? അതാ പറയുന്നത്, ഒരു ആത്മജ്ഞാനി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബ്രഹ്മജ്ഞാനി ഒരിക്കലും 7 ദിവസം 11 ദിവസം എന്നാലും 21 ദിവസം പറയുകയില്ല. അത് എൻലൈറ്റൻമെൻറ്റ് ഈസ് ആൻ എൻഡ്ലെസ് പ്രോസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജീവിതാവസാനം വരെ കൊണ്ടുപോകേണ്ട ദിവ്യമായിട്ടുള്ള സ്വശാസ്ത്രീയ ജീവിത വിധിവിധാനമാണത്. അപ്പം അങ്ങനെ പറയില്ല. അപ്പം അതവർ അത്രയേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഈ ഗായത്രി മന്ത്രം, അയ്യോ അത് ഉത്തമോത്തമമായിട്ടുള്ള മന്ത്രത്തിൻ്റെ പവർ മന്ത്രിക്കുന്നവനിലും വേണേ അല്ലേ? ചിത്തശുദ്ധിയിലേനി ശിവപൂജനല. ചിത്തശുദ്ധി ത്രികരണ ശുദ്ധിയില്ല. വാക്കൊന്ന് പ്രവൃത്തി ഒന്ന്, ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയയും സ്വാർത്ഥതയും വിമർശനവും ആ നാക്കും കൊണ്ട് മന്ത്രം ഉച്ചരിച്ച വിഘടിക്കുകയുള്ളൂ. മന്ത്രത്തിന് പവറുണ്ട്. മന്ത്രം ഉച്ചരിക്കുന്നവനിൽ സ്ഥിതിയില്ല, ശക്തിയില്ല, ആചരണീയ സമർപ്പണോ വിനയോ നന്ദിയില്ലാത്തവൻ അത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഫലം ഉണ്ടാവില്ല. ഓക്കെ, അതാണ് കേട്ടോ. ഇതില് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് രോഹിത് ആയിരുന്നു. അതിൽ നിന്നാണ് ഈ പറയുന്ന സബ് ക്വസ്റ്റ്യൻസിലേക്ക് വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പല ഗുരുക്കന്മാരും ഈ പറയുന്ന ഷോർട്ട് ഡേയ്സ് ദീക്ഷ കൊടുക്കാറുണ്ട് അല്ലേ? ഷോർട്ട് ഡേയ്സ് ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ നേരത്തെ തസ്മയെ കുറിച്ച് പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഗുരുത്വത്തിലേക്ക് വരുന്ന തലം തികച്ചും വ്യത്യസ്തമാണ്. അതിൽ അനുഭവിക്കാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളവർ അല്ലേ? അവർ ഈ പറയുന്ന, ഞാൻ ആ ഒരു സ്പെസിഫിക് ആയിട്ട് ആ ഒരു പോർട്ടലിൽ എടുത്ത് പറയുന്നില്ല, ഒരുപാട് മന്ത്രദീക്ഷ ഡെയിലി കൊടുക്കുന്നുണ്ട്. അതും നമ്മൾക്ക് സാധാരണപ്പെട്ട ഒരു സാധകന് ജപിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മന്ത്രങ്ങൾ. ഇതിന്റെ ദോഷവശങ്ങൾ വളരെ വലുതല്ലേ അല്ലേ? ഗുരി ഉള്ളവനാണ് ഗുരുമാശേ. ഗുരി മീൻസ് ശ്രദ്ധ. സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ഏതാണ് ഒരു മനുഷ്യനുള്ള സ്ഥിതിയിൽ നിന്നും അവനെ ഉന്നതീകരിക്കുവാൻ എൻ്റെ വാക്കുകൊണ്ടും ആചരണം കൊണ്ടും ഉപകാരപ്പെടുന്നത് അതേ സംസാരിക്കാൻ പാടും, അതേ കൊടുക്കാൻ പാടും. അവനവൻ ആചരിച്ച് അവനവൻ അനുഭവിച്ചറിഞ്ഞ സുവിജ്ഞാനത്തെ, സൂക്ഷ്മരഹസ്യത്തെ ഒന്നും ഒളിപ്പിച്ച് വെക്കാതെ വേണം പറയാൻ. അദ്ദേഹമാണ് ശരിയായ ഗുരു. അതുകൊണ്ട് 10ഉം 15ഉം കൊടുക്കുമ്പോൾ തന്നെ അത് ആ മനുഷ്യനെ കുറിച്ചിട്ട് അറിയാനും വേണം ഒരു സുഹൃതം. എല്ലാവരും അതിനുള്ള അർഹത നേടിയവരല്ല കേട്ടോ. പിന്നെ ഇനി ഓക്കെ അല്ലേ അത്? ഇനി രോഹിത് ജി ഒരു സെക്കൻഡ്, റോജി അത് ചോദിക്കാം. റോജി ചോദിച്ചതിന് മുകളില് ഇപ്പൊ പറഞ്ഞ ഒരു കൺക്ലൂഷൻ ഉണ്ടല്ലോ, ഇതില് സീമാജി ഇപ്പോ എന്താ പറയാ, നമ്മളിപ്പോ അഗാധമായി ഒരു മന്ത്രം ജപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ഗുരുവില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ സാക്ഷാൽ പരമശിവനെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഒരു മന്ത്രം പൂർണ്ണ ദൃഢതയോടുകൂടി കറക്റ്റ് സങ്കല്പത്തോടുകൂടി മറ്റൊരു പ്രകൃതിക്കോ മറ്റൊരാൾക്കോ ദോഷം വരാത്ത രീതിയിൽ ഞാൻ സങ്കല്പം ജപിക്കുകയാണെങ്കിൽ പൂർണ്ണഫലം എനിക്ക് കിട്ടില്ലേ? ഗുരുവിന്റെ ആവശ്യമുണ്ടോ? തീർച്ചയായും കിട്ടും. എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ സമർപ്പണം, സത്യത്തിലുള്ള അപാരമായിട്ടുള്ള സമർപ്പണം ഉണ്ട് അവിടെ. അതുകൊണ്ട് ആ സമർപ്പണം തന്നെയാണ് അദ്ദേഹത്തിന് മാർഗം കാണിച്ചു കൊടുക്കുന്നതേ. അവിടെ ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന്റെ സമർപ്പണം, അദ്ദേഹത്തിന്റെ സത്യസന്ധത, അത് അദ്ദേഹത്തിന് ആ മാർഗം നേരായിട്ട് കാണിച്ചു കൊടുക്കും. വേറെ ഒരാളും ആവശ്യമില്ല. സന്തോഷം സീമാജി. ഒരു മിനിറ്റ് ഞാൻ അതിലൊന്ന് ആഡ് ചെയ്തോട്ടെ. ഈ ദീക്ഷ എന്ന് പറഞ്ഞാൽ കുറെ നേരമായിട്ട് കേൾക്കുന്നതുകൊണ്ട് പറയാ. ധീ എന്ന് പറഞ്ഞാല് ബുദ്ധി, ഷ എന്നാല് ക്ഷയിക്കുക. നമ്മളെ ബുദ്ധി കൊണ്ട് മാത്രം ആയിത്തീരുന്നത് എപ്പോഴാണോ ക്ഷയിക്കുന്നത് അപ്പോഴാണ് ഈശ്വരൻ സ്റ്റാർട്ടാകുന്നത്. ഈശ്വരൻ എന്ന് പറയുന്നത് ബുദ്ധിക്കും അപ്പുറത്തുള്ളതാണ്. അപ്പോൾ ഈ ദീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയ തലത്തിലേക്ക്, അതായത് സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് എന്ത് വേണം പറയാം അതിനെ, ഈശ്വരൻ, ഗുരു, സബ് കോൺഷ്യസ്, സൂപ്പർ കോൺഷ്യസ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം അതിലേക്ക് എത്താൻ നമ്മളുടെ ബുദ്ധി ക്ഷയിക്കണം. കാരണം ബുദ്ധിമാനായതുകൊണ്ട് നമുക്കെപ്പോഴും ഇങ്ങനെ ചോദ്യം ചോദിക്കലും ഇതൊക്കെ ഉണ്ടാവുകയെ. അപ്പം അതൊക്കെ എവിടെയെങ്കിലും അയ്യോ എനിക്ക് ഇനിയൊന്നും വയ്യ, അങ്ങ് എടുത്തോളൂ എന്ന് പറഞ്ഞ് സറണ്ടറിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ദീക്ഷ. അപ്പം ഇത് ഒരു പ്രോസസ്സാക്കി മാറ്റണത് ഓരോ സമ്പ്രദായങ്ങൾ അതിൻ്റെ രീതിയിൽ അതാക്കുന്നേ ഉള്ളൂ. ഇപ്പം ഭഗവാൻ പരമശിവനെ വിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു സറണ്ടറിങ് നടന്നു കഴിഞ്ഞാൽ എന്തായി?
അവിടെ ദീക്ഷ സംഭവിച്ചു. അല്ലാതെ അതൊരു ഫോണിൽ കൊടുത്തിട്ടോ 21 ദിവസം കൊണ്ടോ അങ്ങനെയല്ല. ഇതൊരു അവസ്ഥയാണ്. അതിന് ഓരോ ആളുകളും ഉപയോഗിക്കുന്ന സിസ്റ്റം അനുസരിച്ച് അവരൊരു സമ്പ്രദായം ഉണ്ടാക്കണം. അപ്പം അത് മാത്രം എന്നല്ല, ആ ഒരു ഇതിനെ ആ ഒരു തലത്തിലേക്ക് ഉയരുക എന്നുള്ളതിനെ ഉൾക്കൊണ്ടാൽ മതി. അതല്ലേ കുറച്ചുകൂടി നല്ലത്? യെസ് ഓർ നോ? സന്തോഷം. ഗുഡ് ഗുഡ് ഗുഡ്. റോജി ചോദിച്ച ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അത് കണ്ടിന്യൂ ചെയ്ത് പോരെ? ആ ചോദ്യം വരയിട്ട പേപ്പറിലുണ്ട്. കാര്യകാരണ സിദ്ധാന്തം അല്ലേ? സീമാജിയോടാണ്. കാര്യകാരണ സിദ്ധാന്തവും കർമ്മ സിദ്ധാന്തവും അറിയാതെ സ്വയം ശപിച്ചും വേദനിച്ചും ജപിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് തിരിച്ചറിവുണ്ടാവട്ടെ. അവർക്ക് ആദ്യം തന്നെ, ഇപ്പോൾ മാഷ് പറഞ്ഞപ്പോൾ തന്നെ എന്താ വെച്ചാൽ അവർക്ക് അറിയില്ല കാര്യകാരണ സിദ്ധാന്തം കർമ്മ സിദ്ധാന്തത്തെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് സാറ് വേദനിച്ചത് അല്ലേ? അപ്പോൾ അദ്ദേഹം അംഗീകരിക്കപ്പെടാതിരിക്കാൻ ഒരു കാരണമല്ല. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. വെറുതെ ഒന്നും സംഭവിക്കില്ല മാഷേ. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞു കോടിക്കണക്കിന് രൂപ എനിക്ക് നഷ്ടപ്പെടാൻ കാരണമുണ്ട് അല്ലേ? ഞാൻ വേദനിക്കുന്നെങ്കിൽ അതിന് കാരണമുണ്ട്. അപ്പം എല്ലാത്തിനും കാരണം ഞാൻ എന്ത് നന്മ ചെയ്തോ അതിൻ്റെ അനന്തരഫലങ്ങൾ എങ്ങനെയാണോ എൻ്റെ ജീവിതത്തിലൊരു നിഴലായി എനിക്ക് ആ ഒരു ഭോഗങ്ങളും സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ആശ്വാസവും തരുന്നത്, അതേപോലെ തന്നെ എൻ്റെ കർമ്മം ശരിയല്ലാത്തതും അല്ലെങ്കിൽ ദുഷ്കർമ്മങ്ങളോ ദുർബുദ്ധിയോ ദുർഗുണങ്ങളോ അവലക്ഷണങ്ങളോ കുസംസ്കാരങ്ങളോ ജന്മപരമ്പരകളായി ഞാൻ ക്യാരി ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലങ്ങൾ നിഴലായി എന്നെ തുടരുന്നു. പുനരഭിമരണം, പുനരഭിജനനം. അപ്പം അതുകൊണ്ട് അത് കുലമാവട്ടെ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രാരാബ്ദത്തിൽ ഏത് ദുഃഖമാണോ നമ്മൾ അനുഭവിക്കുക അതിൻ്റെ പിന്നിൽ മഹാകാരണങ്ങളുണ്ട്. ഈ കാര്യകാരണങ്ങളും കർമ്മസിദ്ധാന്തവും അറിയാത്തത് കൊണ്ടാണ് വേദനിക്കുന്നത്. അറിഞ്ഞവൻ ശബ്ദിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സാറിനോട് പറയാനുള്ളത് ഇതാണ്, വേദനിക്കേണ്ട കേട്ടോ. നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇല്ല. അപ്പോൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഇന്ന് നമ്മൾ ഒരു ഞാൻ ജ്ഞാനപ്പാനെ കുറിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞത്, കർമ്മസിദ്ധാന്തത്തെ കുറിച്ചിട്ടാണ്. എന്താ വെച്ചാൽ എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അതായത് വിശ്വാസം എന്നുള്ളത് മഹാ ആശ്വാസമാണ്. അതിന് മഹാശക്തിയുള്ളവർക്ക് സുസാധ്യമായ സുസ്ഥിതിയാണത്. എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനും ഇവിടെ വന്നിട്ടുള്ളത്. പക്ഷെ സത്യം എന്നുള്ളത് കാരണമുണ്ട്. ഒരു വ്യക്തി കരയുന്നുണ്ടെങ്കിൽ കരയിപ്പിച്ചിട്ടുണ്ട്. ഒരു വ്യക്തി അംഗീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അംഗീകരിച്ചിട്ടേ ഇല്ല. കൊടുത്തത് കിട്ടിയിരിക്കും. വിതച്ച കൊയ്യണം. ദാറ്റ്സ് ഓൾ.